That is his solitary prayer, praying in solitude. Daniel 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. In this verse there are 7 qualities of the personal prayer of Daniel. ദാനിയേലിന്റെ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിന്റെ 7 ഗുണഗണങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. One of the qualities is 3 times a day he was praying. ആ ഗുണഗണത്തിൽ ഒരു കാര്യം പറയുന്നത് ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം താൻ പ്രാർത്ഥിച്ചിരുന്നു. Let's stop and think a little while. നമുക്ക് അല്പനേരം ഇവിടെ നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്കാം. Being a prime minister of Babylon, ബാബിലോണിലെ ഒരു പ്രധാന മന്ത്രി എന്നുള്ള നിലയിൽ he set apart some time for solitary prayer. താൻ ഏകാന്തമായി പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി സമയം വേർതിരിച്ചു. I think we are all inferior to Daniel in our profession. നമ്മളുടെ ഈ ജോലി രംഗങ്ങളിലോട്ട് ചിന്തിക്കുമ്പോൾ ഈ കാര്യത്തിൽ നാം ഒക്കെ എത്രയോ താഴ്ചയിലാണ് ദാനിയേലിനെ. Daniel in such position also he was able to set apart some time for private prayer. ദാനിയേൽ അത്ര ഉന്നതനായിരിക്കുന്ന ഒരു സ്ഥാനം ജോലി സ്ഥാനം വഹിച്ചിരുന്നെങ്കിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായി സമയം വേർതിരിച്ചു. This evening, my dear young man, my dear brother, my dear sister, I don't know who you are, what profession you are holding, but when a person goes to you and to me like this, do you have solitary prayer every day, at least one time? ഈ സാന്റകളിൽ ഞാൻ ഈ കാര്യം നിങ്ങളോട് ചോദിക്കുക, യൗവനക്കാര അല്ലെങ്കിൽ സഹോദര സഹോദരി ഇവിടെ ഇരിക്കുന്നവരെ, നിങ്ങൾ ആരാണ് ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളുടെ ഉന്നതമായിരിക്കുന്ന ജോലി ആയിരിക്കാം ചെയ്യുന്ന ആ രംഗങ്ങളിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏകാന്തമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും സമയം വേർതിരിക്കാറുണ്ട്. We are very busy with many activities except being busy with God. നാം മറ്റനേക കാര്യപരിപാടികൾ നിർവഹിച്ചുകൊണ്ട് വളരെ ത്വരിതമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നു, എന്നാൽ ദൈവവുമായി സമയം ചെലവഴിക്കാറില്ല. Let's maintain solitary prayer so that we may preserve, we may be safe and sound under the wings of the Lord. എന്നാൽ നമുക്ക് വ്യക്തിപരമായിരിക്കുന്ന ഏകാഗ്രമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന്റെ ചെറിയ നിഴലിൽ നാം സുസ്ഥിരരായിരിക്കും. Number 2, family prayer. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് കുടുംബ പ്രാർത്ഥന. Matthew 18:20. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. For where 2 or 3 are gathered together in my name, there am I in the midst of them. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. It indicates a small family and family prayer also. ഇത് ഒരു ചെറിയ കുടുംബത്തെ അല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബ പ്രാർത്ഥനയും ആണ് ഓർപ്പിക്കുന്നത്. 2 or 3. 2-3 പേർ. 2 means husband and wife. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഭാര്യയും ഭർത്താവും എന്ന് ഉദ്ദേശിക്കാം. 3 means another wife. 3 എന്ന് പറയുമ്പോൾ വേറൊരു ഭാര്യ. Is it? No. 3 means not another wife, not another husband. 3 means the children. 3 എന്ന് പറയുമ്പോൾ വേറെ ഒരു ഭാര്യയോ ഭർത്താവിനെ ഉദ്ദേശിച്ചല്ല, പിന്നെയോ മക്കളെ ഉദ്ദേശിച്ചാണ്. Where 2 or 3 are gathered together in my name, 2-3 പേർ ഒന്നിച്ച് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും there am I in the midst of them. ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. Now question goes to you like this. നിങ്ങളോട് തന്നെ ചോദ്യം ഇതാണ് ചോദിക്കുന്നത്. Do we have family prayer? കുടുംബ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടോ? When this question I posed in one big assembly, the answer was no. ഒരു വലിയ സ്ഥലസഭയിൽ ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് ലഭിച്ച ഉത്തരം ഇല്ല എന്നാണ്. Husband, wife, children, singing together, reading together, kneeling together, praying together. The family that prays together stays together. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും തമ്മിൽ ഒന്നിച്ച് കൂടി ചേർന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നാം എങ്ങനെയാണ് ഒരു പറച്ചിൽ പറയുന്നത്? പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് ഇരിക്കും. Do we have this or we have forgotten this? ഇത് നമ്മൾ അന്വർത്ഥമാക്കുന്നുണ്ടോ അതോ ഇത് മറന്നു കളഞ്ഞിരിക്കാം?
The family that prays together stays together. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം അവർ ഐക്യതയുള്ളവരായിരിക്കും, ഒന്നിച്ചിരിക്കും. Let us inculcate this good habit in our family life. നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ സ്വഭാവ വൈശിഷ്ട്യം വളർത്തിയെടുക്കുവാൻ ഇടയായിത്തീരട്ടെ. Number 3, church prayer. മൂന്നാമത് സഭാ പ്രാർത്ഥന. Book of Acts chapter 12 verse 5. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. Book of Acts chapter 12 verse 5. അപ്പോസ്തലപ്രവൃത്തി 12-ന്റെ 5-ാം വാക്യം. Peter therefore was kept in prison, but prayer was made without ceasing of the church unto God for him. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോകും. Peter therefore was kept in prison, but prayer was made without ceasing of the church unto God for him. പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. Peter was in prison. പത്രോസ് ഇവിടെ കാരാഗൃഹത്തിലാണ്. Church was in prayer. അപ്പോൾ സഭ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. How beautiful it is. എത്രയോ മനോഹരമായിരിക്കുന്ന കാര്യം. My dear brothers and sisters, do you know some are in prison in India? പ്രിയ സഹോദരി സഹോദരന്മാർക്ക് നിങ്ങൾക്ക് അറിയാമോ, ഇപ്പോൾ ചിലർ ഇന്ന് കാരാഗൃഹത്തിലാണ് ഇന്ത്യയിൽ. In Pakistan, Afghanistan, Cuba, Orissa, Gujarat, many people of God, servants of God, are facing persecution. Some are in jails, some are ready to be killed. പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, അതായത് പാകിസ്ഥാനിൽ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ, ക്യൂബയിൽ, ഇങ്ങനെയുള്ള അനേക, അതുപോലെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അനേക ദൈവദാസന്മാരും ദൈവമക്കളും കാരാഗൃഹത്തിൽ സുവിശേഷ നിമിത്തം ആക്കപ്പെട്ടിരിക്കുകയാണ്. അനേകർ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അനേകർ കൊല്ലപ്പെടുന്നു. As the people of God, are we attending church prayers? ദൈവജനം എന്നുള്ള നിലയിൽ സഭയുടെ, സ്ഥലസഭയുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ നാം വരാറുണ്ടോ? One pastor said there are 1,000 people in our church. ഒരിക്കൽ ഒരു പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥലസഭയിൽ 1000 ആൾക്കാരുണ്ട്. Then I asked which day they come. These 1,000 people, which day they come to the church? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് ദിവസമാണ് ഈ 1000 പേര് കടന്നു വരുന്നത്? He said they attend the church on Sunday. അവരെ ഒക്കെ ഞായറാഴ്ച കടന്നു വരും. Sunday for worship meeting as usual 1,000 people come. Then I asked on prayer day, that is Saturday, how many of them come? എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ 1000 പേര് വരും. അതിനോട് ഞാൻ ചോദിച്ചു, ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്ര പേര് വരും? He said 10. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 പേര്. On Sunday 1,000, on prayer day 10. ഞായറാഴ്ച ദിവസം 1000, എന്നാൽ പ്രാർത്ഥനാ ദിവസം 10 പേര്. Then I said that is the right number of the church, that is 10, not 1,000. അത് സഭയുടെ കൃത്യമായിരിക്കുന്ന ശരിയായിരിക്കുന്ന നമ്പറാണ് 10 എന്ന് പറയുന്നത്, 1000 അല്ല. Don't miss church prayer. സഭയുടെ പ്രാർത്ഥനാ യോഗങ്ങൾ നിങ്ങൾ നഷ്ടമാക്കരുത്. Church prayer will give you power for your personal life, family life, and church life, and ministerial life globally. സഭ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലും സഭാ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എന്ന് മാത്രമല്ല, ആഗമനമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ അത് നിങ്ങൾക്ക് ബലം തരും. Their church prayed total night and they could see the result instantaneously. രാത്രി മുഴുവനും സഭ കൂടി വന്ന് പ്രാർത്ഥിച്ചു, അതിന്റെ പ്രതിഫലം കാണുവാനായിട്ട്, അതിന്റെ ഉത്തരം കാണുവാനായിട്ട് കഴിഞ്ഞു. So like ant, let us work hard. നാം ഉറുമ്പിനെ പോലെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാം. Like cronies, let us take shelter in prayer. അതുപോലെ കുഴിമുയലിനെ പോലെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ അഭയം തേടാം. Third one. മൂന്നാമത്തെ കാര്യം. What is the third small creature? മൂന്നാമത്തെ ചെറിയ ജീവിയെ കുറിച്ച് നാം ചിന്തിച്ചത് Proverbs 30:27. സദൃശവാക്യം 30-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. The locusts have no king, yet go they forth all of them by bands. വെട്ടുക്കിളിക്ക് രാജാവില്ല, എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടും. Here the quality is orderliness. ഇവിടെ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ക്രമമായി ഉള്ള അവരുടെ നടത്തം. Locusts have no king, no leader. വെട്ടുക്കിളിക്ക് രാജാവില്ല. But when they fly in the sky as bands, they go in rows, in lines. എന്നാൽ ആകാശത്തിൽ അവ പറന്ന് ഉയരുമ്പോൾ അവ വളരെ ക്രമമായി, കൃത്യമായി ഒന്നിച്ച് അണിതണിയായിട്ടാണ് പോകുന്നത്. So locusts are habituated in maintaining their lives
in discipline, orderliness. ഈ വെട്ടിക്കിളി അവരുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും അവരെ പരിശീലിച്ചതാണ്. This evening question: do we have discipline, orderliness in our personal life, family life, church life? ഈ സാധനങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ അല്ലെങ്കിൽ സഭാ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ക്രമവും ഒക്കെ ഉണ്ടോ? The word discipleship, discipleship has been extracted from the word discipline. ഈ ഒരു ശിഷ്യനെ ഒരാളെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വാക്കിന്റെ അത് വാസ്തവത്തിൽ അടുക്കും ചിട്ടയും എന്നുള്ള വാക്കിൽ നിന്ന് എടുത്തതാണ് ആ വാക്ക്. The Lord Jesus Christ said unto the disciples, "Go, preach the gospel, baptize them, and disciple them." കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുകയും അവരെ പഠിപ്പിക്കുകയും അവരെ ശിഷ്യന്മാരാക്കി തീർക്കുകയും ചെയ്യുക. Before discipling others, we have to discipline ourselves. മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കുന്നതിന് മുമ്പ് നമ്മെ തന്നെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അടുക്കും ചിട്ടയുള്ളവരാക്കി തീർക്കേണ്ടത് ആവശ്യമാണ്. Do we have discipline? നമുക്ക് അടുക്കും ചിട്ടയും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? Many a time we have lost that good quality in our lives. പല അവസരങ്ങളിലും ഈ നല്ല ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി പോകണം. Once the Lord conducted one meeting for 3 days, many people came to that meeting, heard the word of God for 3 days, they were hungry. Lord Jesus asked the disciples to serve them food. ഒരിക്കൽ നമ്മുടെ കർത്താവ് ഒന്നിച്ച് കൂടി വന്ന 3 ദിവസത്തെ തുടർമാനമായി ജനത്തോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവരോട് പറഞ്ഞു, ജനത്തോട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ആഹാരം കൊടുക്കുവാൻ 3-ാമത്തെ ദിവസം. They had no food. അവർക്ക് ആഹാരം ഉണ്ടായിരുന്നില്ല. But only little food they had. അവർക്ക് അല്പമായിരിക്കുന്ന ആഹാരം മാത്രമേ ഉണ്ടായിരുന്നു. What is that little food? അല്പമായി ഉണ്ടായിരുന്നത് എന്തായിരുന്നു? 5 loaves 5 കഷ്ണം അപ്പം and 2 fishes. 2 കഷ്ണം മീൻ. Little one. അല്പമായി മാത്രം. Little amount of food. അല്പമായിട്ടുള്ള ആഹാരം മാത്രമേ കൈവശമുള്ളൂ. But lofty multitude. എന്നാൽ വളരെ ബഹുജനത്തിന് അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. How many? എത്ര? 5,000 men. 5000 പുരുഷന്മാർ. Then women. അതിനുശേഷം നാം Then children. കുഞ്ഞുങ്ങൾ. In total there may be 20,000. മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ കുറഞ്ഞത് 20,000 ആൾക്കാരെങ്കിലും കാണണം. Little food. അല്പമായിരിക്കുന്ന ആഹാരം കയ്യിലുള്ള lofty multitude. വളരെയധികം ജനങ്ങളെ പോഷിപ്പിക്കണം. That is the situation. അതായിരുന്നു അവിടുത്തെ സ്ഥിതി. What happened? എന്ത് സംഭവിച്ചു? The Lord blessed that food. കർത്താവ് ആ കയ്യിലുണ്ടായിരുന്ന അല്പ ആഹാരത്തെ and asked the disciples എന്നിട്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് to make the people sit in lines, 50s and 100s. ജനങ്ങളെ 50ഉം 100ഉമായി പന്തിപന്തിയായി ഇരുത്തുവാനായിട്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. 50s and 100s. 50ഉം 100ഉമായിട്ട് പന്തിപന്തിയായി ഇരുത്തി. That indicates discipline. അത് നമ്മെ പഠിപ്പിക്കുന്നത് അടുക്കും ചിട്ടയുമാണ്. Decency. അതിന്റെ മര്യാദയായിട്ടുള്ള കാര്യം. Orderliness. ക്രമമായിട്ടുള്ള കാര്യം. Then he asked them to serve the food. അതിനുശേഷം അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. When they sat down in lines, when the food was served, did they eat satisfactorily or dissatisfactorily? അവരെ പന്തിപന്തിയായി ഇരുന്ന് ആഹാരം അവർക്ക് വേണ്ടി ഇറങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോൾ തൃപ്തിയായിട്ട് അവർ കഴിച്ചോ ഇല്ലയോ? The Bible says everybody ate the food with all contentment. തിരുവചനം നമ്മെ അനുശാസിക്കുന്നത് അവരെല്ലാവരും തൃപ്തി അടഞ്ഞു എന്നുള്ളതാണ് They വായിക്കുന്നത്. were fully satisfied. അവരെ പൂർണ്ണമായി സംതൃപ്തിയുള്ളവരായിരുന്നു. What is the secret? അതിന്റെ രഹസ്യം എന്താണ്? Before serving food, he asked them to sit quietly in lines. അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നതിന് മുൻപ് അവരെ പന്തിപന്തിയായി ഇരുത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു. We don't have satisfaction. No? ഇന്ന് നമുക്ക് സംതൃപ്തിയുണ്ടോ? We have greater things, but we don't have contentment. അതിലും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്കുണ്ട്, എന്നാൽ സംതൃപ്തിയില്ല. We don't have peacefulness. നമുക്ക് സമാധാനമില്ല. Many a time we feel we are lacking something. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തോ ഇല്ല എന്നൊരു ചിന്തയാണ്. Because we have not disciplined our lives. കാരണം നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ചിട്ടില്ല. So let us discipline our personal life. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിൽ, our family life, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, our church life, നമ്മുടെ സഭാ ജീവിതത്തിൽ, our ministerial life, നമ്മുടെ ശുശ്രൂഷ രംഗങ്ങളിൽ, in our house also. നമ്മുടെ വീട്ടിലും. This morning my sister Pratibha was sharing something
about the home of one friend. ഇന്ന് രാവിലെ പ്രതിഭ സഹോദരി ഒരു സ്നേഹിതയുടെ വീട്ടിലെ ഒരു കാര്യം പറയുകയുണ്ടായി. In that house, everything is kept in order. ആ വീട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യവും അതതിന്റെ സ്ഥാനത്തുണ്ട്. All clothing properly. എല്ലാ വസ്ത്രങ്ങളും വളരെ അടുക്കി. All books properly. എല്ലാ പുസ്തകങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട്. All utensils properly. എല്ലാ കലങ്ങളും പാത്രങ്ങളും അടുക്കി. All furniture properly. അതുപോലെ എല്ലാ മറ്റു സാമഗ്രികളും Everything is in order. എല്ലാം വളരെ പന്തിയായി ക്രമമായി. When we come to our house, are they in order or disorder? നമ്മളുടെ ഭവനത്തിലേക്ക് ആരെങ്കിലും വരുമ്പോ ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ ക്രമമായിട്ടാണോ അതോ ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞ അന്തരീക്ഷമാണോ? We may say we don't have time. നമ്മൾ ഒരു പക്ഷെ പറഞ്ഞേക്കാൻ നമുക്ക് സമയമില്ല. But the Bible says take time. ദൈവവചനം പറയുന്നത് അതിന് സമയം എടുക്കണം. അതിനുവേണ്ടി സമയം To എടുക്കണം. keep your life orderly, to keep your house orderly, to keep your church orderly, to keep your ministry orderly. നിങ്ങളുടെ ജീവിതത്തെ അതുപോലെ നിങ്ങളുടെ ഭവനത്തെ നിങ്ങളുടെ സഭയെ നിങ്ങളുടെ ശുശ്രൂഷയെ ക്രമമായി വെക്കുന്നതിന് വേണ്ടി സമയമെടുക്കണം. The word of God always says that discipline, discipline, discipline. ദൈവവചനം എപ്പോഴും നമ്മെ അനുശാസിക്കുന്നത് ശിക്ഷണ നടപടി കൊണ്ടുവരിക അല്ലെ ശിക്ഷണമുള്ളവരെ അടുക്കും ചിട്ടയുള്ളവരായിരിക്കും. Just I want to mention 3 disciplines in the epistle to Ephesians. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ക്രമങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ഓർക്കുന്നു ആഗ്രഹിക്കുന്നു. Chapter 5. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. Chapter 5 verse 22. 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. Those who are active enough can read out. ആർക്കെങ്കിലും വായിക്കാം. Read aloud so that all may hear the word of God. Ephesians chapter 5 verse 22. Wives, submit your husbands as to the Lord. Wives, submit yourselves unto your husbands as unto the Lord. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. This is the discipline on the part of the wives. ഭാര്യമാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. Submit yourselves. നിങ്ങളെ തന്നെ കീഴടങ്ങിയിരിക്കും. That is the beauty of the home. ആ ഭവനത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അവിടെയാണ്. Are we submitting or rebelling against? നാം ഇങ്ങനെ കീഴടങ്ങുന്നവരാണോ അതോ മറുതലിക്കുന്നവരാണോ? Think of this. അതിനെക്കുറിച്ച് ചിന്തിക്കുക. Second discipline. രണ്ടാമത്തെ ക്രമം എന്ന് പറയുന്നത് Same chapter 25th verse. അതേ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. Husbands, love your wives even as Christ also loved the church. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. Love your wives. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. This is the discipline. ഇത് ഒരു ക്രമമാണ്. So this obedience, this love are conditional or unconditional? ഈ അനുസരണം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ചില നിബന്ധനകളോട് കൂടിയതാണോ അല്ലയോ? Wives, submit to your husbands. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. Conditional or unconditional? അതിന് എന്തെങ്കിലും നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ? Unconditional. യാതൊരു നിബന്ധനയും കൂടാതെയുള്ള കാര്യമാണ്. Whether the husband loves you or not, that is secondary. You submit yourself. നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അത് രണ്ടാം കാര്യം. നീ കീഴടങ്ങിയിരിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. Husbands, love your wives. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. Is it conditional or unconditional? ഇത് ഏതെങ്കിലും നിബന്ധനയോട് കൂടിയ കാര്യമാണോ അല്ലയോ? Whether the wives submit or not, that is secondary. But you, as Christ loved us, loved the church, love your wife. ഭാര്യമാർ കീഴടങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ല വിഷയം, അത് രണ്ടാമത്തെ കാര്യം. എന്നാൽ പിന്നെ നാം ചെയ്യേണ്ട, ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കും. That's beautiful orderliness in the family. കുടുംബത്തിൽ ഉള്ള മനോഹരമായിരിക്കുന്ന ക്രമം ആണ് നാം കാണുന്നത്. One more discipline. വേറെ ഒരു പങ്ക്തി. Chapter 6 verse 1. 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Children, obey your parents in the Lord, for this is right. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. Here some children, I see children, grown up children here and there. The Bible is very much explicit. ഞാനിവിടെ ചില കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. പ്രായമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അതിലും പ്രായമുള്ള കുഞ്ഞുങ്ങൾ പലരുമുണ്ട്. എന്നാൽ ദൈവവചനം അവരെ കുറിച്ച് പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. Obey your parents in the Lord, for this is right. നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. Second verse, honor thy father and mother. നിനക്ക് നന്മയുണ്ടാകാനും ഭൂമിയിൽ ദീർഘായുസ്സോടെ
കൂടെ ഇരിപ്പാൻ നിന്റെ അപ്പനെ ബഹുമാനിക്കുക. Which is the first commandment with the promise. വാഗ്ദത്തത്തോടു കൂടിയ ഒന്നാമത്തെ കൽപ്പന ഇതല്ലയോ? Third verse. മൂന്നാമത്തെ വാക്യം, That it may be well with thee and thou mayest live long on the earth. മലയാളത്തിൽ രണ്ടാം വാക്യം, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും. My dear young men and women, let's think of this. Obey unto your parents. പ്രിയ യുവതി യുവാക്കന്മാരെ, ഈ വാക്യം ഓർക്കുക, നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിപ്പിക്കുക. Don't rebel against your parents. നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് എതിരായി മറുതലിക്കരുത്. That brings curse on your part. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശാപം ഉണ്ടാകും. This is the discipline the Lord is coveting from you. നിങ്ങളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു ക്രമമാണ്. So far we have seen three small creatures. നാം ഇതുവരെ മൂന്ന് ചെറിയ ജീവികളെ കുറിച്ച് നാം കണ്ടു. Like ant, we must work hard. നാം ഉറുമ്പിനെ പോലെ കഠിനാധ്വാനം ചെയ്യണം, അല്ലെങ്കിൽ ശ്രമശീലമുള്ളവരായിരിക്കണം. Like a rabbit, we have to take shelter in prayer. കുഴിമൊയിലിനെ പോലെ നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ അഭയം തേടണം. Like locust, we have to follow discipline. അത് മാത്രമല്ല, നാം വെട്ടിക്കിളിയെ പോലെ നാം അണിതണിയായി ജീവിതത്തിൽ അടുത്ത ചിട്ടയുമുള്ളവരായി. Now the last അവസാനത്തെ six minutes more. 6 മിനിറ്റ് കൂടെ ഉണ്ട്. 5 minutes. Okay. Don't see the clock. I'll finish up within the stipulated time. ഞാൻ സമയത്ത് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും. Fourth one, the spider taketh hold with her hands and is in king's palaces. നാലാമത്തെ ജീവിയെ കുറിച്ച് പറഞ്ഞ 28ാമത്തെ വാക്യത്തിൽ, പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കും. In Telugu it is not spider, in Telugu it is lizard. തെലുങ്ക് ഭാഷയിൽ സ്പൈഡർ എന്നല്ല, പല്ലി എന്നാണ് പറയുന്നത്. Malayalam Bible? Is it Bali? That is lizard, not spider. Okay, whether it is spider or lizard, we can see these two small creatures in the small huts, in the small buildings, even in the palaces also. പല്ലി ആയാലും ശരി, എട്ടുകാലി ആയാലും ശരി, നമുക്ക് ചെറിയ വീടുകളിലും അല്ല കെട്ടിടങ്ങളിലും ഒക്കെ ധാരാളം കാണാൻ കഴിയും ഈ ചെറിയ രണ്ട് ജീവികളെ. It indicates availability. ഇത് കാണിക്കുന്നത് ഇത് ലഭ്യമാണ് എന്നുള്ള കാര്യമാണ്. It's available, even you can touch it, you can hold it. It is very much available in the huts, in the small houses, even in the palaces also. ചെറിയ വീട്ടിലായാലും അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അരമനകളിലായാലും നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും കഴിയത്തക്കവണ്ണം എല്ലായിടത്തും അതുണ്ട്. I was in Hawaii for Haggai program. ഹഗായി പ്രോഗ്രാമിന് വേണ്ടി സംബന്ധിക്കുവാനായി ഞാൻ ഹവായിൽ പോയിരുന്നു. I was just laying down and about to sleep in 5-star building. ഒരു 5-star കെട്ടിടത്തിൽ ഞാൻ കിടന്ന് വിശ്രമിക്കുവാനായിട്ട് പോവുകയായിരുന്നു. The room was very nice. അതിന്റെ മുറി വളരെ നല്ല ഒരു മുറിയായിരുന്നു. Very much clean. വളരെ ശുചിയായിട്ടുള്ള മുറി. But in the corner I saw one bali, one lizard in that room. എന്നാൽ അതിന്റെ ഒരു കോണിൽ ഒരു പല്ലിയെ ഞാൻ കണ്ടു. How is it possible? അതെങ്ങനെയാണ് അത് സാധ്യമായി തീരുന്നത്? The Bible says in the palaces also you can see this lizard. ദൈവവചനത്തിൽ പറയുന്നത് രാജാക്കന്മാരുടെ അരമനയിൽ പോലും പല്ലി കാണും. One day I had been to our chief minister's house, Y.S. Rajashekhar Reddy's house. ഒരിക്കൽ ഞങ്ങളുടെ ചീഫ് മിനിസ്റ്റർ രാജശേഖര ഷെട്ടിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. Yeah, in his house is very beautiful. ആ മനോഹരമായിരിക്കുന്ന Very costly building. വളരെ വിലപിടിപ്പുള്ള ഒരു വീട്. Very neat also. മാത്രമല്ല വളരെ ശുചിയായി സൂക്ഷിക്കുന്ന. I greeted him, I talked with him. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. After that he went inside. അതിനുശേഷം അദ്ദേഹം ഉള്ളിലേക്ക് പോയി. I was alone in the chamber. ഞാൻ അദ്ദേഹത്തിന്റെ അരമനയുടെ അവിടെ തന്നെ ഇരിക്കുകയാണ്. Just I was observing the walls and the corners of the chamber. ഞാൻ തന്നെ ആ വീടിന്റെ പാലസിന്റെ ഓരോ വശങ്ങളും ഓരോ ഭാഗങ്ങളും ഒക്കെ സസൂക്ഷ്മം നോക്കി. In one corner I saw the spider, in another corner I saw the lizard. ഒരു കോണിൽ ഞാൻ ഒരു പല്ലിയെ കണ്ടു, വേറൊരു കോണിൽ ഒരു എട്ടുകാലിയെ കണ്ടു. Instantly the Holy Spirit has reminded these words. തദവസരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യം എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. They are available in a small hut, they are available in the palaces. ഒരു ചെറിയ കൂടാരത്തിലും അവയുണ്ട്, അത് മാത്രമല്ല വലിയ കൊട്ടാരത്തിലും അവയുണ്ട്. So
lizard or spider teaches us availability. ഈ പല്ലി അല്ലെങ്കിൽ എട്ടുകാലി നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് നാം എപ്പോഴും സന്നിഹിതരായിരിക്കണം അല്ലെങ്കിൽ ഒരുക്കമുള്ളവരായിരിക്കണം. Time is very short. I am closing within 2 or 3 minutes by showing only one word with regard to availability. കർത്താവിന് വേണ്ടി നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ നാം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതിന് തെളിയിക്കുവാനായി സമയം ചുരുക്കുക. Very, very important availability is we have to available to God. ദൈവത്തിന് വേണ്ടി നാം എപ്പോഴും സന്നിഹിതരായിരിക്കണം എന്നുള്ള ഒരു വാക്യം. Book of Isaiah chapter 6. യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായം. Here in this chapter, here in this passage, we see the cry or shout or calling coming from above. ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു വിളി അല്ലെങ്കിൽ ഒരു നിലവിളി, ഒരു ഉത്തരവിനെ കുറിച്ച് നമുക്ക് കാണുന്നുണ്ട്. That cry is in the word, in the 8th verse we see. ആ നിലവിളി എന്ന് പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ കാണാം. യെശയ്യാ പ്രവചനം 6:8. I heard the voice of the Lord saying, "Whom shall I send? And who will go for us?" Then said I, "Here am I, send me." അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. The Lord is shouting from above, "Who shall go for me? Whom shall I send for my work?" കർത്താവ് ഉയരത്തിൽ നിന്ന് പ്രതിധ്വനിക്കുകയാണ്, എന്റെ വേല നിർവഹിക്കുവാനായിട്ട് ആര് പോകും, ആരെ ഞാൻ അയക്കേണ്ടു. In India work is plenteous, in America work is plenteous. Who shall go for me? ഇന്ത്യയിലെ ധാരാളം വേലയുണ്ട്, അമേരിക്കയിലെ ധാരാളം വേലയുണ്ട്, ആരെ പോകും. Who shall go to Jerusalem? Who shall go to Judea? Who shall go to Samaria? Who shall go to the uttermost parts of the world? യെരൂശലേമിൽ അല്ലെങ്കിൽ ജുഡിയയിൽ അല്ലെങ്കിൽ ശമരിയയിൽ, ലോകത്തിന്റെ എല്ലാടും സ്ഥലങ്ങളിൽ ആരെ പോകും. Wonderful answer Isaiah gave that, "Here are my Lord, send me." അതിന്റെ മനോഹരമായിരിക്കുന്ന ഒരു ഉത്തരം യെശയ്യാവ് കൊടുക്കുന്നു, അടിയനിതാ, അടിയനെ അയക്കണമേ. This evening, are you available to God? ഈ സാനവേളയിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സന്നിഹിതരാണോ? Can you say to the Lord Jesus Christ, "Lord, here am I. കർത്താവേ, ഇതാ ഞാൻ എന്ന് നിങ്ങൾക്ക് ദൈവത്തോട് പറയാനായിട്ട് കഴിയുമോ? Use me in Jerusalem, that is my home. യെരൂശലേമിൽ നീ എന്നെ ഉപയോഗിക്കുക, അതായത് എന്റെ ഭവനത്തിൽ. Send me, here am I, Lord. Send me to Judea, send me to Samaria, send me wherever you send. Here am I, Lord. I am ready to go." നീ എവിടേക്ക് നിനക്ക് എന്നെ അയക്കുവാനൊരു പ്രസാദമാകുന്നോ, ശമരിയയിലോ അല്ലെങ്കിൽ ശമരിയയിലോ യഹൂദയിലോ എവിടെ വേണേലും അയക്കുക, ഞാൻ ഒരുക്കമുള്ളവനാണ്. I give you one statement. ഞാൻ ഒരു പ്രസ്താവന പറയട്ടെ. God doesn't want your ability. ദൈവത്തിന് നിങ്ങളുടെ കഴിവിനെ അല്ല ആവശ്യമായിരിക്കുന്നത്. God wants your availability. മറിച്ച് നിങ്ങൾ സന്നിഹിതരാണോ ഇല്ലയോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. Isaiah was available. യെശയ്യാവ് അവിടെ സന്നിഹിതനായിരുന്നു. He committed himself. താൻ തന്നെ സമർപ്പിച്ചു കൊടുത്തു. The Lord Jesus, Almighty God sent him to do prophecy work. സർവ്വബലവാനായിരിക്കുന്ന ദൈവം പ്രവചന ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് തന്നെ അയച്ചു. And he prophesied. താൻ അങ്ങനെ പ്രവചിച്ചു. When Isaiah was available, യെശയ്യാവ് അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരുന്നപ്പോൾ how blessed it is. അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യം. Through the life of work of ministry of Isaiah, we could see one book in the Bible. യെശയ്യാവിന്റെ വേല നിമിത്തം, തന്റെ ശുശ്രൂഷ നിമിത്തം ഈ തിരുവചനത്തിൽ ഒരു പുസ്തകം നമുക്ക് ലഭ്യമായി തീരുവാനിടയായി. That book is Book of Isaiah. ആ പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. How many chapters? എത്ര അധ്യായങ്ങളുണ്ട്? 66 chapters. 66. That indicates mini Bible in the Holy Bible. അത് കാണിക്കുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ചെറിയ വേദപുസ്തകം. William Carey was available. വില്യം കേറി വേലയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളവനായിരുന്നു. God gave him India. ദൈവം അവനെ ഇന്ത്യ അവന് വേണ്ടി കൊടുത്തു. David Brainerd was available. ഡേവിഡ് ബെർണാഡ് സന്നിഹിതനായിരുന്നു. God gave him Red Indians. റെഡ് ഇന്ത്യൻസിനെ തനിക്ക് വേണ്ടി ദൈവം കൊടുത്തു. If you are available, നിങ്ങൾ സന്നിഹിതരാണ് അല്ലെങ്കിൽ ഒരുക്കമുള്ളവരാണ് എങ്കിൽ God is ready to bless with the ministry.